ഹലോ കൂട്ടുകാരെ, ഇന്ന് രാവിലെ എണീറ്റ് ചായ കുടിച്ചുകൊണ്ട് കിച്ചണിലിരിക്കുമ്പോഴാണ് നമ്മുടെ കെയർ ടേക്കർ വന്നത്. പുള്ളി വന്നിട്ട് പറഞ്ഞു ഒരു 11:30 മണിയാകുമ്പോഴേക്കും നമ്മുടെ അക്കോമഡേഷന് കുറച്ച് പുറകുവശത്തുള്ള നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണറെ വീട്ടിലേക്ക് ചെല്ലണമെന്ന്. അപ്പോൾ നമ്മൾ കരുതി ഉച്ച ടൈമൊക്കെ അല്ലേ, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ വിളിക്കുകയായിരിക്കുമെന്ന് കരുതി നമ്മളെല്ലാവരും കൂടെ ചാടി ഇറങ്ങി. പിന്നെയാണ് നമ്മൾ ഓർത്തത് പുള്ളി പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഹാൻഡ് ഗ്ലൗസ്, സേഫ്റ്റി ഷൂ ഒക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ പണി വരുന്നുണ്ടോ എന്ന് ചെറിയൊരു മണം അടിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വെറൈറ്റി പട്ടികളെ കണ്ടു. ഓരോ വീട്ടിൻ്റെ മുമ്പിലും ഓരോരോ മോഡൽ പട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ കാണാത്ത കുറേ ബ്രീഡിലുള്ള പട്ടികളെയൊക്കെ കണ്ട് നടന്നു. നമ്മളങ്ങനെ പുള്ളി പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണറുടെ പഴയ വീടാണ് നമുക്ക് അക്കോമഡേഷനായിട്ട് തന്നേക്കുന്നത്. ഈ കാണുന്നതാണ് പുള്ളിയുടെ പുതിയ വീട്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഒരു വീടാണ്. ആവശ്യം പോലെ മുറ്റവും അതിലൊക്കെ കെട്ടി നല്ല സുന്ദരനാക്കി. 360 വ്യൂ ക്യാമറയും അങ്ങനെ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് കേട്ടോ. ആ വീടിന് പുറകുവശത്തായാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ പള്ളിയും സെമിത്തേരിയും ഉള്ളത്. ഇവിടെ നല്ല വ്യൂ ആണ്. രാവിലെ എണീറ്റൊരു കപ്പ് ചായ ആയിട്ടൊക്കെ ഇവിടെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഇങ്ങനെയൊക്കെ താമസിക്കാൻ തന്നെ നല്ല ഭാഗ്യം വേണം. നമ്മൾ വന്നപ്പോഴത്തേക്ക് വീടൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു. ഗേറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മളങ്ങനെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി നിന്നു. യൂറോപ്യൻസ് ടൈമിൽ ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് 11:30 എത്താൻ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു 11:15 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ നമ്മളവിടെ കുറച്ച് ചുറ്റിക്കണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മളെ കെയർ ടേക്കർ കിളവനും വേറൊരു സായിപ്പും കൂടെ വന്നു. അവിടെ ഒരു ഗ്യാരേജൊക്കെ ഓപ്പണാക്കി എന്തോ സാധനമൊക്കെ എടുത്തു. അപ്പോൾ അതിനകത്തൊരു വിൻറ്റേജ് സ്കോഡ കിടപ്പുണ്ട്. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത്. അപ്പോഴത്തേക്ക് 2 പേര് വണ്ടി കയറാൻ പറഞ്ഞ് പുള്ളിക്കാരൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വിനീഷ് ബ്രോയും വിഷ്ണു ബ്രോയും കയറ്റിക്കൊണ്ട് എങ്ങോട്ടോ പോയി. എന്തോ സാധനം എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയി. അതൊക്കെ അത്രയൊക്കെ തന്നെ മനസ്സിലായുള്ളൂ. പുള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. പുള്ളിക്ക് സ്ലോവാക്യൻ ലാംഗ്വേജ് മാത്രമേ അറിയാവുള്ളൂ. ഈ ചുറ്റാതെ കാണുന്ന പുല്ലുകൾ കാട് പിടിച്ച് കിടക്കുന്നതല്ല, ഇതെല്ലാം വളർത്തുന്നതാണ് കേട്ടോ. പുൽകൃഷിയുണ്ട്. പച്ചയായിട്ടും മറ്റേ വെയിലാവുന്ന സമയത്ത് ഉണക്കയായിട്ടും ഒക്കെ ഇത് മെഷീൻ വന്ന് കട്ട് ചെയ്ത് റോളാക്കി വണ്ടികളിൽ കയറ്റിക്കൊണ്ട് പോകും, കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്നു. ട്രോളിയിലൊരു മെഷീനൊക്കെ ആയിട്ടാണ് വന്നത്. വിറക് കീറുന്ന മെഷീനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കുറച്ച് വിറകുകളൊക്കെ അവിടെ വെളിയിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാൻഡ് ഗ്ലൗസൊക്കെ കൊണ്ടു തന്നതിന് ശേഷം, സേഫ്റ്റി ഗ്ലൗസൊക്കെ കൊണ്ടു തന്ന് അതിനുശേഷം ആ വെളിയിൽ അടുക്കി വെച്ചിരുന്ന വിറകുകളെല്ലാം അവിടെ അടുക്കി വയ്ക്കാൻ പറഞ്ഞു. അത് ഒന്നാമത്തെ പണി ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ വിറക് മൊത്തം ഷെഡിൽ മൊത്തം അടുക്കി വെച്ചു. നമ്മൾ ആ കിളവൻ സാഹിബിൻ്റെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ വെള്ളവും ജ്യൂസൊക്കെ മേടിക്കാൻ പോയി. ആ സമയത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. ആ സമയത്ത് വിഷ്ണു അണ്ണ വിശക്കുന്നു എന്നും പറഞ്ഞ് വിഷ്ണു അണ്ണ റൂമിൽ പോയി. പക്ഷേ നടന്നു പോയ വിഷ്ണു അണ്ണനെ പാതി വഴിയിട്ട് വെള്ളവും ജ്യൂസുമായിട്ട് വന്ന സായിപ്പ് പൊക്കി പുള്ളിയെ തിരിച്ച് അതിൻ്റെ ഇരട്ടി സ്പീഡിൽ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അങ്ങനെ നമ്മൾ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സായിപ്പന്മാർ 2 പേരും കൂടെ അടുത്ത പണിയായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സായിപ്പ് വന്നിട്ട് മെഷീനിൽ എങ്ങനെയാണ് തടി കട്ട് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും. പുള്ളി ഇടത് കൈ വെച്ച് പിടിക്കുന്ന ഹാൻഡിലാണ് അതിൻ്റെ ഹൈഡ്രോളിക് സെറ്റപ്പെല്ലാം ഇരിക്കുന്നത്. വിറക് അടുക്കി വെച്ച് കൊടുത്തത് പുള്ളിക്കൊരു സഹായം ആവട്ടെ എന്ന് കരുതിയാണ്. പക്ഷേ പുള്ളി നമ്മളെ മുതലെടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കിടക്കുന്ന തടിക്കട്ടകൾ മൊത്തം തന്നെ മുറിച്ച് അവിടെ അടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടും, നമ്മൾക്ക് വെള്ളവും ജ്യൂസും മേടിച്ച് തന്നിട്ടേ. അതുകൊണ്ട് നമ്മളവിടെ നിന്ന് നൈസിന് എസ്കേപ്പ് ആവാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ട്. അപ്പം പുറകുവശത്തായി പുൽകൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളം ഒരു ടിപ്പറിൽ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അതൊക്കെ കണ്ട് നോക്കി നിന്നതിന് ശേഷം നൈസിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പായി. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മുട്ടൻ പണി. താങ്ക് യു.